കൊച്ചി കായലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ടാൻസാനിയൻ നാവിക ഉദ്യോഗസ്ഥന് വേണ്ടിയുള്ള തിരച്ചിലും തുടരുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? പ്രത്യേകിച്ച് ഈ നേവിയും പോലീസും അഗ്നിരക്ഷാ സേനയും സംയുക്തമായിട്ടാണോ തിരച്ചിൽ നടത്തുന്നത്? തീർച്ചയായിട്ടും ടോം, ഈ ടീം സംയുക്തമായിട്ട് തന്നെയാണ് നേവിയും അതുപോലെ അഗ്നി സുരക്ഷാ സേനയും ഒന്നിച്ചാണ് തിരച്ചിൽ നടത്തുന്നത്. താൻസാനിയൻ സ്വദേശിയായ അബ്ദുൾ ഇബ്രാഹിം സാലിഹി എന്ന് പറയുന്ന 22-കാരനെയാണ് കാണാതായത്. അദ്ദേഹം ഏഴിമല നാവിക അക്കാദമിയിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ ശേഷം കൊച്ചിയിലെത്തിയതാണ്. ഇവിടെ വെണ്ടുരുത്തി പാലത്തിൽ നിന്നും കായലിലേക്ക് എടുത്തു ചാടുമ്പോഴാണ് ഈ അപകടമുണ്ടായത്. അടിയൊഴുക്ക് ശക്തമായിരുന്നു, ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയം മുതൽ നേവി തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെയും കണ്ടെത്താനായിട്ടുള്ള ശക്തമായ ഒഴുക്കുള്ള സ്ഥലത്താണ് പരിശീലനം നിയോഗിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ താൻസാനിയൻ സ്വദേശിയായ നേവി ഉദ്യോഗസ്ഥനെ കണ്ടെത്താനായിട്ടില്ല. തിരച്ചിൽ ഊർജിതമായി തുടരുന്നുണ്ട്. അതേസമയം 2014 ഒരു അമ്മയും കൈക്കുഞ്ഞുമായിട്ട് നേരത്തെ ആത്മഹത്യ ചെയ്യാൻ ഈ വെണ്ടുരുത്തി പാലത്തിൽ നിന്നും എടുത്തു ചാടിയ സാഹചര്യത്തിൽ അവരെ രക്ഷിക്കാൻ ഇറങ്ങിയ നേവി ഉദ്യോഗസ്ഥനും ഇങ്ങനെ ഒഴുക്കിൽപ്പെട്ടു പോയിരുന്നു. അദ്ദേഹത്തെ പറ്റി ഇതുവരെയും ഒന്നും, അതായത് എന്ത് സംഭവിച്ചു എന്നുള്ള വിവരങ്ങൾ പോലും ഇതുവരെയും ലഭ്യമല്ല എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത് ഈ സെയിം സ്പോട്ട് തന്നെയാണ് എന്നുള്ളതാണ്. ഇവിടെ ശക്തമായ അടിയൊഴുക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ, കാലവർഷം ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുകൾ, സുരക്ഷാ മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നതാണ്. എന്നിട്ടും നേവിയുടെ ഒരു ഉദ്യോഗസ്ഥൻ ഒഴുക്കിൽപ്പെടുകയും അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യവും അല്പം ആശങ്കയുണ്ടാക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായും ആജ്ഞാകാരുടെ ഈ കാലാവസ്ഥ പ്രതികൂലമാണ്. കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. കടലിലും കായലിലും ഒന്നും ഇറങ്ങരുത് എന്ന നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇങ്ങനെ വെള്ളത്തിൻ്റെയൊക്കെ വലിയ കുത്തൊഴുക്കുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഈ ഡൈവിംഗ് പരിശീലനം നടത്തിയത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയല്ല. എവിടെയാണ്, ആർക്കാണ് പിഴവ് സംഭവിച്ചത്? ഇപ്പോൾ, അതായത് ടോം സൂചിപ്പിച്ചതുപോലെ കാലവർഷം ഇത്രയും ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ, അതായത് കാലാവസ്ഥ പ്രവചനാതീതമായിരിക്കുന്ന സാഹചര്യത്തിൽ കടലിൽ ഇറങ്ങരുത് അല്ലെങ്കിൽ കായലിൽ ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടിക്കടി തരുന്നുണ്ട്. മുന്നറിയിപ്പുകൾ കഴിഞ്ഞ 6-7 ദിവസമായി ഈ കാലവർഷം മഴ ശക്തമായതിനെ തുടർന്ന് ഇത്തരം മുന്നറിയിപ്പുകളൊക്കെ ഉണ്ട്. കടലിൽ ഇറങ്ങുന്ന എല്ലാ ആളുകൾക്കും വിലക്കുണ്ട്. പക്ഷേ അതേസമയം ഇതേ സാഹചര്യത്തിൽ ഇതേ സമയത്ത് തന്നെ നേവിയുടെ പരിശീലനം, അതും ഇത്തരത്തിൽ മുൻപും ഇങ്ങനെ ദുരൂഹമായ സാഹചര്യം ഉള്ള ഒരു ഇടമാണ് ഈ പറയുന്ന സ്പോട്ട്. 2014 ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഒരു അമ്മയും കുഞ്ഞും ആത്മഹത്യ ചെയ്യാൻ ഇതിൽ നിന്നും ചാടുകയും അവരെ രക്ഷിക്കാൻ വേണ്ടി എടുത്തു ചാടിയ നേവി ഉദ്യോഗസ്ഥനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ, കാലാവസ്ഥ ഇത്രയും രൂക്ഷമായ മോശം പ്രകൃതം കാണിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് സുരക്ഷാ വീഴ്ചയാണ് എന്നുള്ള നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ഈ ട്രെയിൻഡ് ആളുകളാണ് എന്നൊരു മുൻധാരണയോടുകൂടി അത്തരത്തിലൊരു ട്രെയിനിങ് അവിടെ കൊടുത്തതാണോ, അതല്ലെങ്കിൽ ഇവർ നോർമലി നേവിയാണ്, നേവിക്ക് ഇത്തരം സാധാരണ മനുഷ്യരെ പോലെ അല്ലല്ലോ, ഇത്തരം വലിയ ടാസ്കുകൾ നേരിടാനുള്ള പരിശീലനങ്ങളൊക്കെ നൽകുന്നുണ്ട്. അദ്ദേഹം ഈ വെള്ളത്തിൽ പോയിട്ടുള്ള ഇബ്രാഹിം സാലിഹി എന്ന് പറയുന്ന താൻസാനിയൻ സ്വദേശിയും ഏഴിമല നാവിക അക്കാദമിയിൽ നിന്ന് പരിശീലനങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷം കൊച്ചിയിലെത്തിയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ട്രെയിൻഡാണ് എന്നൊരു ബോധമുണ്ടായിരുന്നിരിക്കാം. എന്തായാലും ഗുരുതരമായ വീഴ്ചയാണ് എന്നുള്ള തരത്തിലാണ് പ്രത്യേകിച്ചും ഇങ്ങനെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഉള്ള ഒരു സാഹചര്യത്തിൽ ഡൈവിങ്ങിന് അത്ര അടിയൊഴുക്കുണ്ട് എന്ന് നേരത്തെ അറിയാവുന്നൊരു ഇടത്തേക്ക് എടുത്ത് ചാടിയത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.